സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കാന്തപുരത്തിന്റെ പങ്കിനെ കുറിച്ച് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടമില്ല. ഇന്ന് സുപ്രീം കോടതിയിലാണ് കേന്ദ്രത്തിന്റെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് മിണ്ടാട്ടം മുട്ടിയത്. വധശിക്ഷ നീട്ടിവെച്ചതിൽ കാന്തപുരത്തിന്റെ പങ്ക് പറഞ്ഞപ്പോഴെല്ലാം ഈ അറ്റോർണി ജനറൽ മൗനം പാലിച്ചു. നാണക്കേട് കാരണമായിരിക്കും അല്ലേ? നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതോടെ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ ഇത്രയും നാൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ നിലപാടുകളെയും മനസ്സിലാക്കാൻ പറ്റുകയാണ്. എന്തായാലും കാന്തപുരം ഇഫക്റ്റിൽ ഇത്രയും നാൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിരുന്നവരുടെ പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴുകയാണ്. ഇത്തരം കേസുകൾക്ക് പിന്നിൽ കളിക്കുന്ന വലിയ മാഫിയകളെക്കുറിച്ച് കൃത്യമായ ബോധ്യം വരാനും നിമിഷപ്രിയ കേസിലൂടെ പറ്റിയെന്ന് പറയാം. അതായത് കൃത്യമായി പറഞ്ഞാൽ 4 വിഭാഗങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒന്നാമത്തേത്, ഇത്രയും നാൾ യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിരുന്നവർ. സൗദി ജയിലിലുള്ള റഹീമിന്റെ മോചനത്തിനു വേണ്ടി പണം പിരിച്ചു, നിമിഷപ്രിയയെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നവർ. നാട്ടിൽ നന്മയുടെയും നീതിയുടെയും പ്രതിരൂപങ്ങളെന്ന് പറഞ്ഞ് നടന്നിരുന്ന പണിക്കന്മാരും റാവുത്തന്മാരും. പിന്നെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശ്രമിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ. ഇവരെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ ആദ്യം പരിശോധിക്കാം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ നിമിഷപ്രിയയുടെ കുടുംബത്തിന് മാത്രമാണ് അവകാശം. അല്ലെങ്കിൽ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് ചർച്ച നടത്താം. ഈ പവർ ഓഫ് അറ്റോർണിയെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നീട് പറയാം. ഇവർക്ക് എല്ലാവിധ സഹായവും കേന്ദ്രം നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അറിയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. കാന്തപുരം വധശിക്ഷ നീട്ടിവെക്കാനായി ഇടപെടൽ നടത്തി. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണം. ഇതിനായി കേന്ദ്രം അനുമതി നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഈ സംഘത്തിൽ ആക്ഷൻ കൗൺസിലിൽ നിന്ന് 2 പേരും കാന്തപുരത്തിന്റെ സംഘത്തിൽ നിന്ന് 2 പേരും ഉണ്ടായിരിക്കണം. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താനുള്ള പ്രാപ്തിയില്ല. ഇതുകൊണ്ടാണ് മധ്യസ്ഥ സംഘം വേണമെന്ന ആവശ്യം ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ചർച്ച നടത്താൻ കുടുംബത്തിന് അവിടെ ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടെന്ന് കേന്ദ്രം വാദിച്ചു. എന്നാൽ ഈ വാദത്തെ തള്ളി മധ്യസ്ഥ സംഘത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന് അർത്ഥം. അതായത് പന്ത് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ്. ഇന്നലെ വിദേശകാര്യ വക്താവ് പറഞ്ഞത് എന്തായിരുന്നു? അതായത് സുഹൃത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യമനിൽ ഹൂതി സർക്കാരുമായി ചർച്ച നടത്തുന്നു എന്നായിരുന്നു വിദേശകാര്യ വക്താവ് പറഞ്ഞത്. എന്നാൽ ഏതാണ് ഈ സുഹൃത്ത് രാജ്യമെന്ന് പറഞ്ഞതുമില്ല. ഒപ്പം കാന്തപുരം ഇടപെട്ടതായി അറിയില്ല എന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഹൂതികളുടെ ഒരേ ഒരു സുഹൃത്ത് രാജ്യമേ ഉള്ളൂ, അത് ഇറാനാണ്. ഇറാനുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രം തന്നെ വ്യക്തമാക്കിയത് സൗദി തലസ്ഥാനമായ റിയാദ് കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നുവെന്നാണ്. എന്നാൽ ഹൂതികൾ സൗദിയെ ശത്രു രാജ്യമായാണ് കണക്കാക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്ന യാതൊരു ചർച്ചയും ഹൂതികൾ അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതായത് കേന്ദ്രം പറയുന്നു ചർച്ചകൾ നടക്കുന്നു എന്ന്, അതിൻ്റെ ഭാഗമായാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് എന്ന്. എന്നാൽ കാന്തപുരം ചർച്ചയിൽ ഇടപെട്ടതായി അറിയില്ല എന്നും പറയുന്നു. ഇത് പുറത്തു പറഞ്ഞെങ്കിൽ, അതായത് വിദേശകാര്യ വക്താവ് പുറത്തു പറഞ്ഞെങ്കിൽ, സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മൗനം പാലിച്ചു. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴും ഈ കാന്തപുരത്തിന്റെ ഇടപെടൽ അങ്ങ് നിഷേധിച്ചുകൂടായിരുന്നു. അതാണ് തന്ത്രം. പുറത്ത് എന്തും പറയാം, അതുപോലെയല്ല കോടതിയിൽ. 7 വർഷമായി ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ വൻ പരാജയമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി തീരുമാനിക്കപ്പെട്ട കാര്യം. പിന്നീട് അവസാന നിമിഷം നടന്ന ഇടപെടൽ, അതിലൂടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു. അതും കുടുംബത്തിലെ ചിലരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചാണ് ഈ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടത്. അതാണ് ഇവിടെ പ്രധാനം. അതായത് അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തി അവിടെ ഇടപെടൽ നടത്തിയെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ നിർണായക ഇടപെടൽ നടത്തിയത് കാന്തപുരം വഴി ആ സൂഫി പണ്ഡിതനാണ്. അത് അംഗീകരിക്കാൻ കേന്ദ്രത്തിന് നാണക്കേടാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇനി കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ആരെന്നറിയാമോ? സാമുവൽ ജെറോം ഭാസ്കരൻ. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി യമനിൽ കാര്യങ്ങൾ നീക്കാൻ ആക്ഷൻ കൗൺസിൽ ചുമതലപ്പെടുത്തിയ ആളാണ് ഈ സാമൂഹ്യ പ്രവർത്തകനായ ഈ സാമുവൽ. എന്നാൽ കാന്തപുരം മുസ്ലിയാർ ഇടപെട്ട് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഇയാളുടെ യഥാർത്ഥ മുഖം മലയാളിക്ക് ബോധ്യമായത്.
പക്ഷേ ഇക്കാര്യം നേരത്തെ തന്നെ ആക്ഷൻ കൗൺസിൽ മനസ്സിലാക്കിയിരുന്നു. അത് അവർ പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് യമനിലെ കോടതികളിൽ നിന്നുള്ള 3 കോടതി വിധികൾ ഇയാൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. ഇതിനായി ഇയാൾ $4000 കൈപ്പറ്റിയിരുന്നു എന്ന് ആക്ഷൻ കൗൺസിൽ പറയുന്നു. മാത്രമല്ല തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനും മറ്റുമായി ഇയാൾ കൈപ്പറ്റിയ $40,000 കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആക്ഷൻ കൗൺസിലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇയാൾ എക്സിറ്റ് അടിച്ചു പോയെന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. ഇതോടെയാണ് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് ആക്ഷൻ കൗൺസിലിന് ബോധ്യമായതും മറ്റ് മാർഗങ്ങൾ തേടിയത് എന്നും ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകനായി സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. അങ്ങനെയാണ് സുഭാഷ് ദില്ലിയിൽ സന്ദർശനത്തിന് വന്ന കാന്തപുരത്തിന്റെ മകനെ ഈ നിമിഷപ്രിയയുടെ കാര്യം അറിയിക്കുന്നതും അദ്ദേഹം പിതാവിനെ കൊണ്ട് യമനിൽ ഇടപെടൽ നടത്തുന്നതും. കാന്തപുരം ഇടപെടുന്നതുവരെ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്താൻ സാമുവൽ ജെറോമിന് കഴിഞ്ഞിട്ടില്ല. തലാലിന്റെ പിതാവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന് കളവ് പറയുകയാണ് അയാൾ ചെയ്തത് എന്നാണ് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. അതേ സാമുവൽ ജെറോമിന്റെ കെയർ ഓഫിലാണ് നിമിഷപ്രിയയുടെ അമ്മയെ ആക്ഷൻ കൗൺസിൽ യമനിൽ എത്തിച്ചത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരിൽ നിന്ന് കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ഇതേ സാമുവൽ ജെറോം എഴുതി വാങ്ങുകയായിരുന്നു. അതായത് വീണ്ടും ആക്ഷൻ കൗൺസിൽ അവിടെ പറ്റിക്കപ്പെടുകയായിരുന്നു. ഇദ്ദേഹമാണ് അവിടെ നിന്ന് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ആക്ഷൻ കൗൺസിൽ പല ഘട്ടങ്ങളിലായി നൽകിയ പണത്തിന് കണക്കില്ല. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു കോടതി ഉത്തരവും ആക്ഷൻ കൗൺസിലിന് സാമുവൽ ജെറോം നൽകിയിട്ടില്ല. മാത്രമല്ല തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നു എന്നുള്ള തെറ്റായ വിവരങ്ങളാണ് ഇതുവരെ സാമുവൽ ജെറോം നൽകിയിരുന്നത്. ഇതാണ് ആ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സാമുവൽ ജെറോം യമനിൽ ചെയ്ത കാര്യങ്ങൾ. അതായത് കാന്തപുരം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പായേനെ എന്നുള്ള കാര്യം ഉറപ്പാണ്. വധശിക്ഷ നീട്ടിവെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പല കാര്യങ്ങളും സത്യത്തിൽ പുറത്തു വരുന്നത്, പലരും തൊലി ഉരിഞ്ഞ് നിൽക്കുന്നതും. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകുമ്പോൾ അതിനെ മുതലെടുക്കാൻ കാത്തിരുന്ന ചിലർക്ക് വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടതോടെ ആകെ കൺഫ്യൂഷനിലായ ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അതാണ് BJP അനുകൂല ക്രിസ്ത്യൻ സംഘടനയായ കാസിയുടെ അവസ്ഥ. സൗദി ജയിലിലുള്ള റഹീമിനായി ദിവസങ്ങൾ കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ കേരളം എന്തുകൊണ്ട് നിമിഷപ്രിയയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നായിരുന്നു കാസക്കാർ ഇതിനു മുമ്പ് വരെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു മുസ്ലിം മതപുരോഹിതന്റെ ഇടപെടലിലൂടെ ക്രിസ്തു മതവിശ്വാസിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നേരെ അവരങ്ങ് കാലുമാറി. ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടിയാലും കേന്ദ്ര സർക്കാർ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണെന്നും മോചനത്തിനായി ഭരണകൂടങ്ങൾ എന്തിന് ഇടപെടണമെന്നും കാസ നേതാവ് കെവിൻ പീറ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. മനസ്സിലിരിപ്പ് മനസ്സിലായോ? അതായത് മുതലെടുക്കാൻ പറ്റിയില്ല. ഇവരിങ്ങനെയെങ്കിൽ മറ്റൊരു കൂട്ടർ കുറച്ചുകൂടി ക്രൂരന്മാരാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന് പിന്നാലെ നിമിഷപ്രിയ കേസിലെ ഇരയായ തലാലിന്റെ നാട്ടുകാരായ ചിലരുടെ ഫേസ്ബുക്ക് വാളുകളിൽ മലയാളത്തിൽ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു. പിന്നീട് അറബിയിലും പോസ്റ്റുകൾ വന്നു. യമൻ സ്വദേശികളായ ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപനം ഉണ്ടാക്കാനുമാണ് ഇത്തരം ചിലർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും കാന്തപുരത്തിന്റെയും സൂഫി പുരോഹിതന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ അട്ടിമറിക്കപ്പെടണം എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനായി ചില യമൻ സ്വദേശികളുടെ ഓൺലൈൻ ഇന്റർവ്യൂ വരെ ഈ കൂട്ടർ നടത്തി കളഞ്ഞു. പിന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും പൊടിപ്പ് തൊങ്ങലും ചേർത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി അറബിയിലാക്കി യമൻകാരുടെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിലൊക്കെ ചെന്ന് പോസ്റ്റ് ചെയ്തു. ഒരാളുടെ ജീവൻ എടുപ്പിക്കാൻ എന്തൊരു ഊർജ്ജസ്വലതയാണെന്ന് നോക്കണം. മുബാറക് റാവുത്തർ എന്ന വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലിന് പിന്നിലും സാമുവൽ ജെറോമിന്റെ കരങ്ങൾ ഉണ്ടെന്നാണ് കാന്തപുരം മുസ്ലിയാരുടെ അനുയായിയായ ജവാദ് മുസ്തഫാവി പറയുന്നത്. എന്നാൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കി യമൻ സ്വദേശികൾ തങ്ങളുടെ വാളുകളിൽ നിന്ന് ഇത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്തു. മാത്രമല്ല ഇത്തരം പ്രചാരണങ്ങൾ നടത്തിപ്പോയതിൽ യമൻ സ്വദേശിയായ സർഫാൻ ഇന്ത്യൻ ജനതയോട് മാപ്പ് ചോദിച്ചുവെന്നും ജവാദ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. സർഫാന്റെ കുറിപ്പും ജവാദ് പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ശ്രീജിത്ത് പണിക്കറിനെ പോലുള്ളവർ മറ്റു ചില വിചിത്രവാദങ്ങളാണ് ഉയർത്തുന്നത്. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം അതിനെ കണ്ടം തുണ്ടം മുറിച്ച് ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചയാൾ എന്ത് തരം മലയാളി മാപ്പാണ് അർഹിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. നഴ്സായ നിമിഷപ്രിയയ്ക്ക് മരുന്ന് ഓവർഡോസ് ആയത് തിരിച്ചറിയാനായില്ല എന്നത് വിശ്വസനീയമല്ലെന്നും പണിക്കർ പറയുന്നു. കാന്തപുരത്തിന്റെ ഇടപെടൽ പരാജയപ്പെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പായിരുന്നുവെങ്കിൽ പണിക്കർ എന്തു പറയുമായിരുന്നു? ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ പണിക്കർ പറയുന്ന മറ്റൊരു കാര്യം യമനിലെ നിയമപരമായ ശിക്ഷ നിമിഷപ്രിയയ്ക്ക് കിട്ടണം എന്നാണ്, മാപ്പ് പാടില്ല എന്നാണ്.
ശ്രീജിത്ത് പണിക്കരെ പോലെ എല്ലാം അറിയാമെന്ന് ധരിക്കുന്നവർ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതെ ഇരിക്കുന്നവർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, യമനിലുള്ള നിയമപരമായ കാര്യം തന്നെയാണ് മാപ്പ് എന്നത്. തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മോചനം നേടാം. അതിന് അവർക്ക് ദിയാദനം വാങ്ങാം, വാങ്ങാതിരിക്കാം. പൊറുക്കുക എന്നത് ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇക്കാര്യമാണ് മുസ്ലിം രാജ്യമായ യമനിൽ നിയമമായിട്ടുള്ളത്. പിന്നെ നിമിഷപ്രിയയ്ക്ക് അന്ന് വധശിക്ഷ വിധിച്ചത് അന്ന് തലാലിന്റെ കുടുംബം മാപ്പ് നൽകാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും അന്ന് നടന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് കാന്തപുരം സൂഫി പണ്ഡിതൻ വഴി തേടുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് പറയാം. സ്വന്തം പിതാവിനെ കൊന്നവർക്ക് മാപ്പ് നൽകിയ ആളാണ് ഇപ്പോൾ നിമിഷപ്രിയ കേസിൽ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ. അങ്ങനെയുള്ള ലോകം ആദരിക്കുന്ന ഒരു പണ്ഡിതന്റെ അഭ്യർത്ഥന തള്ളാൻ തലാൽ മഹദിയുടെ കുടുംബത്തിന് കഴിയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇസ്ലാം മതം പറയുന്ന കാര്യം തന്നെയാണ്, യമനിലെ നിയമം അനുശാസിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഗുണപരമായ ചർച്ചകൾ തുടരുകയാണ്. എല്ലാ അട്ടിമറികളെയും മറികടന്ന് കാന്തപുരത്തിൻ്റെയും ഹബീബ് ഉമറിൻ്റെയും പ്രയത്നങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.